Hello students, welcome to the first session of our third module. So students, നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർഷൻ ഇൻ ഷാഫ്റ്റ്സ് ആൻഡ് ഡിഫ്ലക്ഷൻ, ബെൻഡിങ് ഇൻ ബീംസ്, ഇതാണ് നമ്മളുടെ ടോപ്പിക്സ്. ഇതൊക്കെയാണ് ടോർഷൻ ഇൻ ഷാഫ്റ്റ്സ്. അപ്പോൾ ഈ മൊഡ്യൂൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ ടോർഷൻ ആൻഡ് ഷാഫ്റ്റ്സ് ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആൻഡ് ബീംസ് ആണ്. ബെൻഡിങ് ആൻഡ് ബീംസ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ടോർഷൻ ആൻഡ് ഷാഫ്റ്റ്. അപ്പോൾ ടോർഷൻ ആൻഡ് ഷാഫ്റ്റ്സ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഷാഫ്റ്റ് എന്ന് മനസ്സിലാക്കണ്ടേ അല്ലേ? എന്താണ് ഷാഫ്റ്റ്? ഷാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഷാഫ്റ്റ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഡിവൈസ് which is used to transmit power. ഷാഫ്റ്റ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വണ്ടിയിലൊക്കെ ഷാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. എഞ്ചിൻ എന്നുള്ള പവർ വീലിലേക്ക് എത്തിക്കുന്നത് ഏത് വഴിയാണ്? ഷാഫ്റ്റ് വഴിയാണ്. അപ്പോൾ ഷാഫ്റ്റ് സാധാരണഗതിയിൽ ഒരു സർക്കുലാർ മെമ്പറായിരിക്കും, ഒരു സർക്കുലാർ ക്രോസ് സെക്ഷനിൽ ഒരു റോഡ് പോലെയുള്ള സംഭവമായിരിക്കും. അപ്പം ഇവിടുന്ന് തിരിച്ചാൽ നമുക്ക് ഒരു സർക്കുലാർ മോഷൻ അല്ലേ? ഒരു സർക്കുലാർ മോഷൻ നമുക്ക് ആ പവർ സർക്കുലാർ മോഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ വീലിലേക്ക് എത്തിക്കുന്നത് ഷാഫ്റ്റ് വഴിയാണ്. എഞ്ചിനിലുണ്ട്, പിന്നെ മോട്ടോഴ്സിൽ അല്ലെങ്കിൽ പമ്പ് ഉണ്ടാവുമല്ലോ, പമ്പിൽ നമുക്ക് ഇലക്ട്രിക് മോട്ടോർ നല്ല പവർ നമ്മൾ പമ്പിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഷാഫ്റ്റ് വഴിയാണ്. ലെയ്ത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ലെയ്ത്ത്, എൻജിൻസ്, മെക്കാനിക്കൽ പമ്പ്സ് എക്സെട്ര, ഇതൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഷാഫ്റ്റ് വേണമെങ്കിൽ സർക്കുലാർ ആകുന്നത്. സാധാരണഗതിയിൽ സർക്കുലാർ ക്രോസ് സെക്ഷനിലെ ഷാഫ്റ്റാണ് ഉണ്ടാവുക. ആ സർക്കുലാറിന് നമുക്ക് എന്തുണ്ടാവാം? സോളിഡ് ഷാഫ്റ്റ് ഉണ്ടാവാം, ഹോളോ ഷാഫ്റ്റ് ഉണ്ടാവാം. എന്താ സോളിഡും ഹോളോ? ഇതൊരു ഷാഫ്റ്റ് സോളിഡാണ്, പക്ഷെ ഇത് സർക്കുലർ ഷാഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഹോളോ ആണ്, അകത്ത് ഹോളോ ആണ്. അപ്പോൾ ഇതിനൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാത്രമേ മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് മെറ്റീരിയൽ, ഷെയ്ഡ് ചെയ്താണ് മെറ്റീരിയൽ. അകത്ത് ഹോളോ ആയിരിക്കും, അകത്ത് മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഹോളോ ഷാഫ്റ്റും സർക്കുലർ ഷാഫ്റ്റും ഉണ്ട്. സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റും ഉണ്ട്. അത് രണ്ടും സർക്കുലർ ആവാം. പിന്നെ സർക്കുലർ അല്ലാണ്ട് നോൺ സർക്കുലർ ഷാഫ്റ്റും ഉണ്ടാവലുണ്ട്. അത് റെക്ടാങ്കിൾ ഷാഫ്റ്റോ അല്ലെങ്കിൽ സ്ക്വയർ ഷാഫ്റ്റ്. അപ്പോൾ ഇതും ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഷാഫ്റ്റുകൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സ്റ്റഡി ഈ മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് സർക്കുലർ ഷാഫ്റ്റാണ് കേട്ടോ. സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്, നോൺ സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്, സർക്കുലറിൽ തന്നെ സോളിഡ് ഉണ്ട്, ഹോളോ ഉണ്ട് അല്ലേ? ഹോളോ ഉണ്ട്. അപ്പോൾ എന്താണ് സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചത്? ഷാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അല്ലേ? ഷാഫ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് a member which is used to transmit power. Are widely used in engineering applications to transmit power from one point to another. അതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. For example, from a motor to a machine tool, or from an engine to the rear axle of an automobile, or from a steam or hydraulic turbine to generators അല്ലേ? അങ്ങനെ കുറേ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. So the shafts used for the purpose may be solid or hollow. Okay, solid or hollow. So എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് റേഞ്ചിലുള്ള, ഓക്കെ, അത് പറയുന്നതിന് മുന്നേ നമ്മളൊരു ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഷാഫ്റ്റാണ്. ഞാൻ ഒരു പവർ കൊടുത്താൽ ഇതെന്താണ്?
ആക്ച്വലി നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേഷൻ വഴിയാണല്ലോ പിന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? പവർ കൊടുക്കണമല്ലേ? പവർ കൊടുക്കുമ്പോൾ റൊട്ടേഷൻ. ആക്ച്വലി പവർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ഫോഴ്സ് ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ? സപ്പോസ് ഇതിൻ്റെ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ, സപ്പോസ് ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ എഫ് ഇൻറ്റു ആർ എന്നുള്ളൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്കാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അല്ലേ? അപ്പോൾ പവർ കാരണം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിരിക്കും, എഫ് ടി. ആ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണ് ടോർക്ക്, അല്ലെങ്കിൽ ആ ടേണിംഗ് മൊമെന്റ് ഉണ്ടാക്കുന്നത്. ടോർക്ക് ഓർ ടേണിംഗ് മൊമെന്റ് എന്നും പറയും. ടേണിംഗ് മൊമെന്റ് ഉണ്ടാക്കുന്നത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. ആ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് എന്ത് വരും? ടേണിംഗ് മൊമെന്റിന്റെ വാല്യൂ തരും. ആ ടോർക്കാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി പവർ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റർ എന്ന് പറയും. ടോർക്ക് ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് എന്ന് പറയും. പവർ ടോർക്കിന്റെ രൂപത്തിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പവർ നമുക്ക് ആക്ച്വലി പവർ എന്ന് വെച്ചാൽ എന്താ? പവർ എന്ന് വെച്ചാൽ ടോർക്ക് ഇൻറ്റു ഒമേഗയാണ് അല്ലേ? ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ ടേണിംഗ് മൊമെന്റ് ടോർക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇതിപ്പോൾ ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്താൽ ഇതിനെന്ത് സംഭവിക്കും? ഒമേഗ എന്നുള്ളൊരു ആംഗുലാർ വെലോസിറ്റി അത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സപ്പോസ് ഈ രണ്ടെൻഡും ഫ്രീ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഫ്രീ റൊട്ടേഷൻ ആയിരിക്കും അല്ലേ? ഫ്രീ റൊട്ടേഷൻ സംഭവിക്കും. പക്ഷേ വേറൊരു കേസ്, സപ്പോസ് സെയിം ഷാഫ്റ്റ് ഇവിടെ ഞാൻ ഒരെൻഡ് ഫിക്സ് ചെയ്തു. ഇനി ഞാൻ ടോർക്ക് അപ്ലൈ ചെയ്താൽ ഇതിനെന്ത് സംഭവിക്കും? ഇവിടെ ഫിക്സ് ആണ് അല്ലേ? ഇവിടെ രണ്ടാമത്തെ എൻഡ് ഫിക്സ്ഡ് ആണ്. ആയാൽ ഇതിന് എന്ത് സംഭവിക്കും? ഒരു ട്വിസ്റ്റിങ് സംഭവിക്കും. ട്വിസ്റ്റ് വെച്ചാൽ ഇപ്പോൾ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പോയിന്റ് ഇവിടെ ഡി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ ഡി എന്നുള്ള പോയിന്റ് ഡി ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് എന്തായി? ഇത് സെന്റർ ഡി ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് ഒരു ട്വിസ്റ്റിങ് സംഭവിക്കും. തീറ്റ എന്നുള്ളൊരു ആംഗിൾ ട്വിസ്റ്റ് ചെയ്യും. അതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഷാഫ്റ്റ് ഈസ് അണ്ടർ ടോർഷൻ എന്ന് പറയും. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഷാഫ്റ്റ് ഈസ് അണ്ടർ ടോർഷണൽ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ ഷാഫ്റ്റിൽ ഒരു ഡിഫോർമേഷൻ ഉണ്ടായി. കണ്ടോ? എന്താണ് ഡിഫോർമേഷൻ? ഡി എന്നുള്ള പോയിന്റ് അതിൻ്റെ ലൊക്കേഷനിൽ നിന്നും ഡി ഡാഷ് എന്നുള്ള ലൊക്കേഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എടുത്തിരുന്നെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പാരലായിട്ടൊരു ലൈൻ ഡിയിലേക്ക്, ഇതിപ്പോൾ സി ആയിരുന്നെങ്കിൽ ഇത് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഈ സി അവിടെ തന്നെ ഉണ്ടാവും, കാരണം അവിടെ ഫിക്സ്ഡ് ആണ്. പക്ഷേ ഈ ലൈൻ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതെന്താണ്? ഒരു ഫൈ എന്നുള്ള ആംഗിളിലേക്ക് ഇത് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. ഇവിടെ തീറ്റ എന്നുള്ള ആംഗിൾ, സർക്കുലർ ക്രോസ് സെക്ഷനിൽ തീറ്റ ആണെങ്കിൽ അപ്പുറം വേറൊരു ആംഗിൾ ഫൈ നടത്തും. രണ്ട് ഡിഫറെൻ്റ് ആംഗിൾ ഫൈ. അപ്പോൾ ഒരു ട്വിസ്റ്റിംഗ് നടന്നു. ആ ട്വിസ്റ്റിംഗ് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ട്വിസ്റ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായി? അതൊരു ഡിഫോർമേഷൻ. ആ ട്വിസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഡിഫോർമേഷൻ ആണ്. അങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ ടോർഷൻ എന്ന് വിളിക്കും. അപ്പോൾ അത് ടോർഷനിലായി എന്ന് പറയാം അല്ലേ? അതാണ് ടോർഷണൽ ഡിഫോർമേഷൻ.
ടോർഷണൽ ഡിഫോർമേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡിഫോർമേഷൻ നടന്നു വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഡിഫോർമേഷൻ നടന്നു വെച്ചാൽ അവിടെ എന്തായി? ഒരു സ്ട്രെയിൻ ഉണ്ടായി എന്നല്ലേ അർത്ഥം. ഒരു സ്ട്രെയിൻ ഉണ്ടായി അല്ലേ? അപ്പോൾ ഇത് നമ്മളെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആയതുകൊണ്ട് ആ സ്ട്രെയിൻ എന്തായിരിക്കും? ഷിയർ സ്ട്രെയിൻ ആയിരിക്കും അല്ലേ? ഷിയർ സ്ട്രെയിൻ. ഇത് നോർമൽ സ്ട്രെയിൻ അല്ല, കാരണം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ടാൻജൻഷ്യൽ ടു ദി ഏരിയ ആണ്. ഏരിയക്ക് ടാൻജൻഷ്യൽ, ആ സർക്കുലർ ക്രോസ് സെക്ഷൻ ടാൻജൻഷ്യൽ ആയിട്ടാണ് എന്ത് നമ്മുടെ ഫോഴ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെയിൻ ആണ് ഉണ്ടാവുക. ഷിയർ സ്ട്രെയിൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? സ്ട്രെയിൻ ഉണ്ടായെന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഷിയർ സ്ട്രെസ്സും ഫോം ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ഷാഫ്റ്റ് അണ്ടർ ടോർഷൻ, അതൊരു ടോർഷൻ, ഷാഫ്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ ടോർഷൻ ആണെങ്കിൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു ഷിയർ സ്ട്രെസ്സും ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഷിയർ സ്ട്രെസ് ജനറേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഡിഫോർമേഷൻ സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന് താങ്ങാൻ, ഇപ്പോൾ നമ്മളെ ഈ സർക്കുലർ ബാർ അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ മാക്സിമം ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്, അതായത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ മെയിൻ എയിം തന്നെയാണ് എന്താണ്? ഡിസൈനാണ്. ഡിസൈനിങ് ദി മെമ്പേഴ്സാണ്. സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മളുടെ ഈ MOS എന്നുള്ള സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ ഓരോ മെമ്പർ ഉണ്ടാക്കുന്ന ഓരോ മെറ്റീരിയൽ വെച്ചിട്ടാണ് അല്ലേ? ആ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഓരോ മെറ്റീരിയലിനും താങ്ങാൻ പറ്റുന്ന സ്ട്രെസ്സിൻ്റെ അളവിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? ആ ലിമിറ്റിനപ്പുറം സ്ട്രെസ് ആ മെറ്റീരിയൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് സംഭവിക്കും? റപ്ചർ ആവും അല്ലെങ്കിൽ ഫെയിൽ ആവും. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവെല്ലാം പഠിച്ചല്ലേ? അപ്പോൾ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഒരു റപ്ചർ പോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനും കൂടുതലായാലും അത് ഫെയിലായി, ആ മെറ്റീരിയൽ ഫെയിലാവും, അല്ലെങ്കിൽ ബ്രേക്ക് ആവും, അല്ലെങ്കിൽ ക്രാക്ക് സംഭവിക്കും. അങ്ങനെ ക്രാക്കൊക്കെ സംഭവിച്ചാൽ ആ മെറ്റീരിയൽ ഫെയിലായി വെച്ചാൽ ആ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ മെമ്പർ ഫെയിലായി എന്നാണ്. ഇപ്പോൾ ഷാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാഫ്റ്റ് ഫെയിലായാൽ അത് യൂസ് ചെയ്യുന്ന എൻജിൻ ഫെയിലായി, അല്ലെങ്കിൽ പമ്പ്, അല്ലെങ്കിൽ എയ്ത്ത്, അല്ലെങ്കിൽ എന്താണ് ടർബൈൻ ഫെയിലായി എന്നല്ല അതിൻ്റെ അർത്ഥം. ടർബൈൻ എന്നൊക്കെ പവർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ് വഴിയാണ്. അപ്പോൾ ഇത് ഫെയിലായി എന്ന് വെച്ചാൽ ടർബൈൻ കൊണ്ടുള്ള യൂസാണ് ഫെയിലായി. അപ്പോൾ ഇത് ഫെയിൽ ആവാണ്ടിരിക്കാൻ എന്ത് വേണം? അപ്പോൾ അതിലുള്ള ഷിയർ സ്ട്രെയിൻ്റെ ലിമിറ്റ് കടക്കാൻ പാടില്ല അല്ലേ? ഷിയർ സ്ട്രെസ്സിൻ്റെ ലിമിറ്റ് ആ മാക്സിമം അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെക്കാട്ടി കൂടുതലാവാൻ പാടില്ല. അത് കൂടുതലാവാൻ പാടില്ല എന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ മാറ്റാൻ പറ്റൂല. ചിലപ്പോൾ മെറ്റീരിയൽ തന്നെ വേണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്താണ്? ജോമെട്രി മാറ്റാം അല്ലേ? അതിൻ്റെ സൈസ്, അതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റിയിട്ട്, അപ്പോൾ സൈസ് കൂട്ടിയാൽ ചിലപ്പോൾ അതിൻ്റെ ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സൈസ് ജോമെട്രി മാറ്റുമ്പോൾ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ റിക്വയർഡ് ജോമെട്രി വിത്തൗട്ട് ഫെയിൽ, അതായത് ആ മെമ്പർ ഫെയിൽ ആവാണ്ട് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ആ മെമ്പർ, നമ്മൾ ഈ കേസ് ഇവിടെയാണെങ്കിൽ ഷാഫ്റ്റ് ഫെയിൽ ആവാണ്ട് നിൽക്കാനുള്ള ജോമെട്രിക്കൽ ഡിസൈൻ, ആ ജോമെട്രി കണ്ടുപിടിക്കുന്നതിനാണ് എന്താണ് പറയുന്നത്? ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഡിസൈൻ ഉണ്ടാക്കുക. ആ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ ആ ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ആ ഡയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അതായത് ഫെയിൽ ആവാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ജോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതിനാണ് ഡിസൈനിങ് ദ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായോ? അതാണ് കൺസെപ്റ്റ്. ആ കൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂളിൽ നമ്മൾ ബേസിക്സ് ഒക്കെയാണ് പഠിച്ചത്. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആദ്യത്തെ മൊഡ്യൂളിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് 3 ഡയമെൻഷനിലൊക്കെയാണ് പഠിച്ചത്. പിന്നെ എന്താണ് സ്ട്രെസ്സിൻ്റെ മെട്രിക്സ്, സ്ട്രെയിനിൻ്റെ മെട്രിക്സ്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ആ റിലേഷൻഷിപ്പ്, ഹൂക്സ് ലോ, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, പിന്നെ ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന മെമ്പേഴ്സിലുള്ള ഡിഫോർമേഷൻ, തെർമൽ സ്ട്രെസ്, ഇതൊക്കെ പഠിച്ചു. ഇനി നമ്മളൊരു പെർട്ടിക്കുലർ മെമ്പർ എടുത്ത് പഠിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ഇവിടെ ഷാഫ്റ്റ് പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ ബീം പഠിക്കും,
ഓക്കെ. പിന്നെ കോളം പഠിക്കും. ഓരോ മെമ്പറും എങ്ങനെ ഡിസൈൻ ചെയ്യുക, അതിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സംഭവം. നമ്മളിപ്പോൾ ഷാഫ്റ്റ് ഇതെങ്ങനെ, ഒരു ഷാഫ്റ്റിൽ ഒരു എൻഡിൽ ഒരു ഫിക്സ്ഡ്, ഈ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഈ ഇങ്ങനെ ടോർക്ക് അപ്ലൈ ചെയ്താൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് അപ്ലൈ ചെയ്താൽ ഇവിടെ റിയാക്ഷൻ ടോർക്ക് ക്ലോക്ക് വൈസിൽ ഉണ്ടാവും. അത് ഉണ്ടാവും, അത് നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ടെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസിലൊരു റിയാക്ഷൻ ടോർക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവിടെ എന്താ ട്വിസ്റ്റിങ് നടക്കും. അപ്പോൾ ഒരെൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഒരു റിയാക്ഷൻ ടോർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരെൻഡ് ഫിക്സ്ഡ് അല്ലെങ്കിൽ എന്താ, ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. ഈ ഫ്രീ റൊട്ടേഷനിൽ നിങ്ങൾ ഡിഫോമേഷനോ ട്വിസ്റ്റ് ഉണ്ടാവില്ല. ട്വിസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ ഡിഫോമേഷൻ ഇല്ല, ഷിയർ സ്ട്രെയിൻ ഇല്ല, ഷിയർ സ്ട്രെസ് ഇല്ല. ഓക്കെ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു റിയാക്ഷൻ ടോർക്ക്, അല്ലെങ്കിൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആവുന്ന ഒരു അവസ്ഥയിൽ എന്താവും, അവിടെ ഡിഫോമേഷനും ഷിയർ സ്ട്രെയിനും ഷിയർ സ്ട്രെസ്സൊക്കെ ജനറേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ അത് ഷാഫ്റ്റ് ഈസ് അണ്ടർ ടോർഷൻ എന്ന് പറയും. ഷാഫ്റ്റ് ഈസ് അണ്ടർ ടോർഷൻ. നമ്മൾ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകും. ഓക്കെ. ഇക്വേഷൻ ഫോർ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് ഇത്. എന്തായാലും പരീക്ഷക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഡെറിവേഷൻ ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ്, ഞാനൊരു ഒരു ഷാഫ്റ്റിൻ്റെ സൈഡ് വ്യൂ ആണ് ഞാൻ വരച്ചത്. ഓക്കെ. ഇത് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഈ എൻഡ് ഫിക്സ്ഡ് ആണ്. ഈ എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ സപ്പോസ് ഈ പോയിന്റ്, ഇത് എ, ഇത് ബി. ഓക്കെ. എ ബി. ഞാൻ ഇതിൻ്റെ ഔട്ടർ ലെയറിൽ ഒരു ലൈൻ വരക്കും. സെൻറ്ററിൽ ഒരു ലൈൻ ഇങ്ങനെ ഞാൻ വരച്ചു. ഔട്ടർ ലെയറിൽ സി ഡി എന്നുള്ളൊരു ലൈൻ വരച്ചു. ഓക്കെ. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എൽ നിർത്തും. ലെങ്ത്ത് എൽ ആണെങ്കിൽ അപ്പോൾ സി ഡി എന്തായിരിക്കും? സി ഡി ഈക്വൽ ടു എൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് വരച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഞാൻ, അതായത് ഇവിടെ നോക്കിയാലേ വ്യൂ, അത് ഞാൻ ഇപ്പുറത്തെ ഈ സ്ലൈഡിൽ വരക്കാം. അപ്പോൾ ഇത് സർക്കിൾ ആയിരിക്കും അല്ലേ. സർക്കിൾ ആയിരിക്കും. സർക്കിൾ വരക്കുന്നത്, ഇത് സർക്കിൾ. ഇതിന് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ഒ. ഓക്കെ. അപ്പോൾ ഡി എന്നുള്ള പോയിന്റ് ഞാൻ ഇവിടെ കിട്ടും. ഓക്കെ. ഇതിൻ്റെ ഈ ഡി എന്നുള്ള ഔട്ടർ ലെയറിൽ ഞാൻ ഒരു സി ഡി വരച്ചല്ലോ. അപ്പോൾ ഡി എന്നുള്ള പോയിന്റ് നമ്മൾ ഈ വ്യൂവിൽ നോക്കിയാൽ, ഇങ്ങനെ വ്യൂ ചെയ്താൽ ഡി മാത്രമേ കാണൂല്ലേ, സി കാണൂല്ലേ. സി കാരണം അതിൻ്റെ അകത്താണ് അല്ലേ. നമ്മൾ ഈ സ്ലൈഡിൻ്റെ പ്ലെയിൻ്റെ ഉള്ളിലേക്ക് വന്ന് അങ്ങനെയാണ് സി ഉണ്ടാവുക. സി നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. ഇങ്ങനെയാണ് കേസെങ്കിൽ, ഓക്കെ, ഇതാണ് സെൻറ്റർ ഡി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിന് ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്തു. ടോർക്ക് ടി അപ്ലൈ ചെയ്താൽ ഒരെൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ടോർക്ക് ഞാനിങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് അപ്ലൈ ചെയ്തു. ഒരെൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ടോർഷൻ. ഷാഫ്റ്റ് വിൽ ബി അണ്ടർ ടോർഷൻ ആൻഡ് ദർ വിൽ ബി എ ട്വിസ്റ്റിംഗ് ടേക്കിംഗ് പ്ലേസ് അല്ലേ. ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടാവില്ലേ, ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഡി എന്നുള്ള പോയിന്റ് ചിലപ്പോൾ ഡി ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാം. ഡി ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഈ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ടോർക്ക് അപ്ലൈ ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ഒരു ട്വിസ്റ്റിംഗ് നടക്കും. ഓക്കെ. അപ്പോൾ ഞാനത് ആ ട്വിസ്റ്റിംഗ് സി ഡി എന്താവും? സി ചേഞ്ച് ആവില്ല അല്ലേ, പക്ഷേ ഡി മാത്രമേ ചേഞ്ച് ആവും. ഡി ഡാഷിലേക്ക് പോകും. അപ്പോൾ സി ഡി എന്താവും? സി ഡി ഡാഷ് ആവും.
ഇപ്പോൾ ഈ ആംഗിളിനെ ഞാൻ ആംഗിൾ ഡി ഡാഷ് സി ഡി ഇസ് ഈക്വൽ ടു ഫൈ ആയിട്ട് എടുക്കും. എന്താണ് ഫൈ. ഓക്കെ, അപ്പോൾ ഡി ഡാഷിലേക്ക് പോയാൽ നമ്മൾ ഈ വ്യൂവിൽ എന്ത് സംഭവിക്കും? ഡി ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ആയി. ഓക്കെ, അപ്പം ഈ ആംഗിളിന് തീറ്റ നിർത്തും. അപ്പോൾ ആംഗിൾ ഡി ഒ ഡി ഡാഷ് തീറ്റ. ഓക്കെ, അപ്പോൾ തീറ്റ എന്നുള്ളതാണ് തീറ്റ എന്നുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ 6 എന്നുള്ളത് റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ഷാഫ്റ്റ്. എൽ എന്താണ്? ലെങ്ത് ആയിട്ട് എടുത്തു. ലെങ്ത് ഓഫ് ഷാഫ്റ്റ്. പിന്നെ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ടി. ടോർക്ക് അപ്ലൈഡ്. ഇനി എന്ത് സംഭവിക്കും? ടോ എന്നുള്ളൊരു ഷിയർ സ്ട്രെസ് ഫോം ചെയ്യും അല്ലേ? ഡിഫോർമേഷൻ ട്വിസ്റ്റ് നടന്നാൽ ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും, ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഷിയർ സ്ട്രെസ് ടോ എന്നെടുത്തു. ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് അറ്റ് ദി സർഫസ് ആണ്. ഷിയർ സ്ട്രെസ് സർഫസിലുള്ള ഷിയർ സ്ട്രെസ് ആണ്. നോക്കാം, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ടോർക്ക് ഇങ്ങനെ ആക്ട് ചെയ്യുന്നല്ലേ, ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ഡി ഡാഷിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഷിയർ സ്ട്രെസ് ഓപ്പോസ് ചെയ്യും അല്ലേ? ക്ലോക്ക് വൈസിൽ ഒരു ഓപ്പോസിറ്റ് ടോർക്കിന്, അതായത് അപ്ലൈഡ് ടോർക്കിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഷിയർ സ്ട്രെസ് ടോ ഫോം ചെയ്യും. അത് എവിടെയൊക്കെ ഉണ്ടാവും? അത് ഈ സർഫസിലുണ്ടാവും, സർഫസിന് തൊട്ട് താഴെ ഉണ്ടാവും, എല്ലാ ലെയറിലും ഉണ്ടാവും അല്ലേ? ലെയർ. അപ്പോൾ ടോർക്ക് എല്ലാ ലെയറിലും ഉണ്ടാവും. ഔട്ടർ സർഫസിലും ടോർക്ക് ഉണ്ടാവും. ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സിലും ടോർക്ക് ആക്ട് ചെയ്യും. ആ മൊത്തം ടോർക്ക്, ഇതിൻ്റെയൊക്കെ സമ്മാണ് ഈ അപ്ലൈഡ് ടോർക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ വിളിക്കുന്ന ടോർക്ക് എന്ന് വെച്ചാൽ ടോർക്ക് അറ്റ് ആർ എന്ന് വെച്ചാൽ ഇത് ടോർക്ക് അറ്റ് റേഡിയസ് ആർ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് അറ്റ് ദ സർഫസിലുള്ള ടോർക്കിനാണ് ഞാൻ ഇപ്പോഴും ടോ ആർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ജി എന്ന് വെച്ചാൽ നമുക്ക് ഷിയർ സ്ട്രെസ് വരുന്നതുകൊണ്ട് എന്തുണ്ടാവും? ഒരു മോഡുലസ് ഓഫ് റിജിഡിറ്റി വേണമല്ലോ അല്ലേ? ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ടോ ഈക്വൽ ടു എന്താണ്? ജി ഇൻറ്റു ഷിയർ സ്ട്രെയിൻ അല്ലേ? ഷിയർ സ്ട്രെയിൻ ഫൈ ആണെങ്കിൽ ജി ഇൻറ്റു ഫൈ എന്നൊക്കെ ആണ് അല്ലേ നമ്മളെ ഹൂക്സ് ലോ. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ജി എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പോൾ ആ ഷാഫ്റ്റിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഷാഫ്റ്റിൻ്റെ അല്ല, ഷാഫ്റ്റ് ഉണ്ടാക്കിയ മെറ്റീരിയലിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റിയാണ്. ഇത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. എല്ലാ ഇലാസ്റ്റിക് കോൺസ്റ്റൻസും മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അല്ലാണ്ട് മെമ്പർ ജോമെട്രി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഈ ഇലാസ്റ്റിക് കോൺസ്റ്റൻസിന് ആ ജോമെട്രി സർക്കുലർ ആണോ മറ്റേ നോൺ സർക്കുലർ ആണോ, അതിൻ്റെ സൈസ് ലെങ്ത്ത് ഡിപ്പെൻഡ് ചെയ്യില്ല, അതിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അതിൻ്റെ ഒരു ഡയമെൻഷനെയും ജി ഡിപ്പെൻഡ് ചെയ്യില്ല. ജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനാണ്? ജി ആ മെറ്റീരിയൽ, ഉണ്ടാക്കിയ മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആവാൻ പാടില്ല. കാരണം ഈ സംഭവങ്ങൾ, ഈ കൺസെപ്റ്റ്സ് ഒക്കെ, ഈ ബേസ് ഒക്കെ ക്ലിയർ ആയാലേ നിങ്ങൾക്ക് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ഹയർ ലെവൽ എന്ന് വെച്ചാൽ നിങ്ങളതിന് മെഷീൻ ഡിസൈനോ അല്ലെങ്കിൽ അഡ്വാൻസ് മെക്കാനിക്സോ സോളിഡ്സോ മെഷീൻ ഡിസൈനോ ഒക്കെ പഠിക്കുമ്പോൾ ഈ കൺസെപ്റ്റ്സ്, ബേസിക് കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ജി മോഡുലസ് ഓഫ് വെലോസിറ്റി ആൻഡ് ഫൈൻ തീറ്റയും പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ടെർമിനോളജി, ടേംസ്, ഇതൊക്കെയാണ് ടേംസ്. അപ്പോൾ ഫൈ ഉണ്ട്, ഫൈ എന്ന് വെച്ചാൽ ഫൈ ആണെന്ത്? പിന്നെ ആംഗിൾ ഡി സി ഡി ഡാഷ് അല്ലേ? അല്ലെങ്കിൽ അതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ ഫൈ ആണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഔട്ടർ ഡിസ്റ്റോർഷൻ, നമ്മുടെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഡിന്ന് ഡി ഡാഷിലേക്കാണ് ഡിസ്റ്റോർഷൻ.
ഡിസ്റ്റോർഷൻ ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റോർഷൻ ഓഫ് ദി ഔട്ടർ സർഫസ് എന്ന് വെച്ചാൽ എന്താ? അറ്റ് ദി ഔട്ടർ സർഫസ്, അറ്റ് ദി ഔട്ടർ സർഫസ്, ഔട്ടർ സർഫസ് ഈസ് ഡ്യൂ ടു ടി അല്ലേ? എന്തുകൊണ്ടാണ് ഡിസ്റ്റോർഷൻ? ഡ്യൂ ടു ടോർക്ക് ടി ഈസ് നത്തിങ് ബട്ട് ഡി ഡാഷ് എന്നുള്ള ആ ഒരു സെഗ്മെന്റ് ആണ് നമ്മളെ ഡിസ്റ്റോർഷൻ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഷിയർ സ്ട്രെയിൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഡിസ്റ്റോർഷൻ ഡിസ്റ്റോർഷൻ ബൈ ലെങ്ത് ഓഫ് ഷാഫ്റ്റ്, ഡിസ്റ്റോർഷൻ ബൈ അല്ലേ? ഡിസ്റ്റോർഷൻ ഡെൽറ്റ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നല്ലേ സ്ട്രെയിൻ എന്ന് പറയുന്നത്? ഒറിജിനൽ ലെങ്ത് ഡിസ്റ്റോർഷൻ ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഈക്വൽ ടു എന്താ? ഡി ഡാഷ് ബൈ എൽ, അല്ലെങ്കിൽ ഡി ഡാഷ് ബൈ സി ഡി എന്ന് എഴുതിക്കൂടെ? കാരണം സി ഡി ആണല്ലോ നമ്മൾ, എൽ സി ഡി തന്നെയാണല്ലോ. ഇത് എൽ ഡി അല്ല, എല്ലാം ലെങ്ത് സി ഡി ആണ്. അപ്പോൾ നമുക്ക് ഡി ഡാഷ് ബൈ സി ഡി എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഡി ഡാഷ് ഇതാണ് ഡി ഡാഷ് അല്ലേ? ഡി ഡാഷ് ബൈ സി ഡി എന്ന് വെച്ചാൽ എന്താണ്? ടാൻ ഫൈ അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ ഡി ഡാഷ് സി ഡി എടുത്താൽ ഡി ഡാഷ് ബൈ സി ഡി എന്ന് വെച്ചാൽ എന്താ? ടാൻ ഫൈ ആയിരിക്കും, ഈക്വൽ ടു ടാൻ ഫൈ എന്ന് എടുക്കുക. അപ്പോൾ ഇഫ് ഫൈ ഈസ് ടേക്കൺ ഇൻ, ഫൈ ഈസ് സ്മോൾ ആണെങ്കിൽ ഫൈ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ടാൻ ഫൈ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഫൈ റേഡിയനിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. സൈൻ ഫൈ ഈസ് അപ്രോക്സിമേറ്റഡ് ടു ഫൈ ആൻഡ് ടാൻ ഫൈ ഈസ് ഓൾവേസ് ക്യാൻ ഓൾസോ ബി അപ്രോക്സിമേറ്റഡ് ടു ഫൈ ഇൻ മെനി കേസസ് അല്ലേ? ഫൈയുടെ വാല്യൂ സ്മോൾ ആണെങ്കിൽ, ആംഗിൾ ചെറിയ ആംഗിൾ ആണെങ്കിൽ ടാൻ ഫൈയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ കോസ് ഫൈ ഒരിക്കലും ഫൈക്ക് ഈക്വൽ ആയിരിക്കില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും കോസ് ഫൈ നിങ്ങൾ 5 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പാടില്ല. സൈൻ ഫൈയും ടാൻ ഫൈയും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തായി? 5 ആയി അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ എടുത്തത്? ഷിയർ സ്ട്രെയിൻ ആണ് എടുത്തത്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്തായി? 5 ആയി. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. 5 എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്തായി? ഷിയർ സ്ട്രെയിൻ അറ്റ് ദി ഔട്ടർ സർഫസ്, ഷിയർ സ്ട്രെയിൻ അറ്റ് ഔട്ടർ സർഫസിലുള്ള ഷിയർ സ്ട്രെയിൻ. ശ്രദ്ധിക്കണം, ഔട്ടർ സർഫസിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, ഇന്നർ സർഫസിൽ എടുക്കുന്നില്ല. ഈസ് ഈക്വൽ ടു 5. ഓക്കെ, 5. ഇനി ഞാൻ മറ്റേ സെക്കൻഡ് ഫിഗർ, ഈ ഫിഗറിൽ ഡി ഡാഷ് ഡീനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഡി ഡാഷ് ഡി എന്ന് വെച്ചാൽ ഒരു ആർക്ക് അല്ലേ? ആർക്ക് എന്ന് വെച്ചാൽ ഈ ലെങ്ത്ത് ആർ, ഈ റേഡിയസ് ആർ അല്ലേ? ഡി ഒ എന്ന് വെച്ചാൽ ആർ അല്ലേ? ഡി ഡാഷ് നമുക്ക് ആർ തീറ്റ ആയിക്കൂടെ? ആർക്ക് എന്ന് വെച്ചാൽ റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദാറ്റ് ആർക്ക് അല്ലേ? അങ്ങനെ എഴുതല്ലേ മാത്സിൽ? ജോമെട്രി അങ്ങനെ ഉണ്ട്. ഡി ഡാഷ് എന്ന് വെച്ചാൽ ആർ തീറ്റ എന്ന് എഴുതാം അല്ലേ? ആർ തീറ്റ. അപ്പോൾ 5 എന്ന് വെച്ചാൽ ആക്ച്വലി എന്തായിരുന്നു? 5 എന്ന് വെച്ചാൽ ഡി ഡാഷ് ബൈ എൽ ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഡി ഡാഷ് നമുക്ക് ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതാം. അപ്പോൾ ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. ഇനി ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഷിയർ സ്ട്രെയിൻ അല്ലേ? അപ്പോൾ ഷിയർ സ്ട്രെസ് അറ്റ് ഔട്ടർ സർഫസ് ആർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 5 എന്നല്ലേ എഴുതാം? അപ്പോൾ 5 എന്ന് വെച്ചാൽ ജി ഇൻറ്റു ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതിക്കൂടെ? എന്ന് വെച്ചാൽ ഞാൻ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നാൽ ബാക്കി എന്തുണ്ടാവും? ജി തീറ്റ ബൈ എൽ ഉണ്ടാവും. അപ്പോൾ അറ്റ് ഔട്ടർ സർഫസ് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇനി നോക്കുക സ്റ്റുഡൻസ്, ഒരു മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ ജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടോർക്ക് ടി ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ
ടോർക്കിന് ആ ടോർക്ക് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടോർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്, അത് ചേഞ്ച് ചെയ്യില്ല. അതിന് ടോർക്ക് ചേഞ്ച് ചെയ്താലേ തീറ്റ ചേഞ്ച് ചെയ്യും. അപ്പോൾ ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ജി കോൺസ്റ്റൻ്റ് ആയിരിക്കും, തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ടോ ആർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ എന്നല്ലേ? അല്ലെങ്കിൽ ടോ ഈസ് പ്രപ്പോർഷണൽ ടു ആർ എന്നല്ലേ, അല്ലേ? അപ്പോൾ ഔട്ടർ റേഡിയസിലുള്ള ടോ ആണ് ഇത്. അപ്പോൾ ടോ പ്രപ്പോർഷണൽ ടു റേഡിയസ് ആണ്, ഷിയർ സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഞാനൊരു ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് ഈ ഒരു ലെങ്ത്തിൽ, അതായത് സ്മോൾ ആർ എന്നുള്ള ലെങ്ത്തിലുള്ള ഇവിടെ എന്തുണ്ടാവും? ഈ ഒരു പർട്ടിക്കുലർ ഒരു ലെയറിൽ എന്തുണ്ടാവും? ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ആ ഷിയർ സ്ട്രെസ് ടോ ആണ്, ടോ കറസ്പോണ്ടിങ് ടു ദാറ്റ് ആർ. ആ ടോ കറസ്പോണ്ടിങ് ടു സ്മോൾ ആർ. ആ സ്മോൾ ആർ പ്രപ്പോർഷൻ എന്തായിരിക്കും? ഈ റേഡിയസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ടോ ആർ ഈസ് പ്രപ്പോർഷണൽ ടു ദാറ്റ് റേഡിയസ്, അല്ലെങ്കിൽ ടോ R1 പ്രപ്പോർഷണൽ ടു R1. അപ്പോൾ റേഡിയസ് കുറഞ്ഞാൽ എന്താവും? റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഡിയസ്, അല്ലെങ്കിൽ ആ കൺസിഡർ ചെയ്യുന്ന ലെയറിൻ്റെ റേഡിയസ് കുറയും തോറും ആ ലെയറിലുള്ള ഷിയർ സ്ട്രെസ്സും കുറയും, അല്ലേ? അപ്പോൾ മാക്സിമം റേഡിയസിലേക്ക്, അല്ലെങ്കിൽ ഔട്ടർ റേഡിയസിലായിരിക്കും. ഔട്ടർ റേഡിയസല്ലേ മാക്സിമം? ഔട്ടർ സർഫസ് അല്ലേ മാക്സിമം റേഡിയസ്? ഔട്ടർ സർഫസ് ഹാസ് ഗോട്ട് മാക്സിമം റേഡിയസ്, അല്ലേ? മാക്സിമം റേഡിയസ്. അപ്പോൾ ഔട്ടർ സർഫസിലെ ടോ എന്തായിരിക്കും? ടോ ആർ ആയിരിക്കും, ടോ മാക്സിമം. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയുണ്ടാവും? ഔട്ടർ സർഫസിലായിരിക്കും. അതിൻ്റെ ഉള്ളിലെ ലെയർ, അതിൻ്റെ അകത്തേക്ക് വരുന്ന ലെയറിലുള്ള ഷിയർ സ്ട്രെസ് ഒക്കെ റിലേറ്റീവ്ലി കുറഞ്ഞുകൊണ്ട് വരും. ഏതിനനുസരിച്ചിട്ട്? ഏതിന് പ്രപ്പോർഷനായിട്ട്? റേഡിയസിൻ്റെ കുറവിനനുസരിച്ചിട്ട് ഷിയർ സ്ട്രെസ്സും കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഇങ്ങനെ ടോ മാക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഓക്കെ, അല്ലെങ്കിൽ ജനറലി ഒരു ടോ മാത്രം എടുക്കുന്നത്, ഒരു പർട്ടിക്കുലർ റേഡിയസ് ആറാണ്, അല്ലെങ്കിൽ ടോ ജനറലി എടുത്തിട്ട് എനി പർട്ടിക്കുലർ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. എങ്ങനെ നോക്കിയാലും ടോ മാക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ആയിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് ടോ മാക്സ്, എന്തുകൊണ്ട്? ജി തീറ്റ ബൈ എൽ ഈസ് കോൺസ്റ്റന്റ്, അല്ലേ? ടോ മാക്സ് ബൈ ആർ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എഴുതിയില്ലേ? അല്ലെങ്കിൽ എന്താണ് നമ്മൾ എഴുതിയത്? ഈസ് പ്രപ്പോർഷണൽ ടു ആർ എന്നല്ലേ? അപ്പോൾ ടോ മാക്സ് ബൈ ആർ എന്തായിരിക്കും? ടോ മാക്സ് ബൈ ആർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോ മാക്സ് ബൈ ആർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ടോ മാക്സ് ബൈ ആർ എന്ന് എഴുതാം. ഇത് ഔട്ടർ സർഫസിലെ റേഡിയസ്, അവിടെ ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഏത് റേഡിയസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഷിയർ സ്ട്രെസ് ഞാൻ ടോന്ന് ഡിറ്റർമിൻ ചെയ്താൽ ഈ ടോ ബൈ ആർ എന്നുള്ള റേഷ്യോ ടോ മാക്സ് ബൈ ആർ എന്നുള്ള റേഷ്യോ ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ടോ മാക്സ് ബൈ ഔട്ടർ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ഈക്വൽ ടു, അല്ലെങ്കിൽ ടോ ബൈ ആർ. ഓക്കെ, ടോ ബൈ ആർ. അപ്പോൾ ഇതാണ് ടോർഷൻ ഇക്വേഷൻ്റെ ഒരു പാർട്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, ടോർഷൻ ഇക്വേഷൻ്റെ ഒരു പാർട്ടായി. ഇനി ഇതിലേക്ക് ടോർക്കും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ടോർഷൻ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ടോർക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേ അസംഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം കുറേ അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഡെറിവേഷനിലേക്ക് എത്തിയത്. അപ്പോൾ എന്തൊക്കെ അസംഷൻസാണ് എടുത്തത് എന്നുള്ളത് പറയേണ്ടതുണ്ടായിരുന്നു. അത് ഫസ്റ്റാണ് പറയേണ്ടിയിരുന്നത്, പക്ഷേ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക.